ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ആക്റ്റീവന്റെ റിയർ കേബിള്, ബ്രേക്ക് കേബിൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നാണ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ബ്രേക്ക് ലൈനർ പുതിയതായി ഇട്ടാലും നമ്മളെ ബ്രേക്കിന്റെ കേബിളിനെ കൊണ്ട് ബ്രേക്ക് തീരെ പിടുത്തം കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പുതിയ ലൈനർ ഇട്ടാലും പിടുത്തം നമ്മൾ പെടലുണ്ടാവും, പക്ഷെ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കൂല ബാക്കത്തെ വീല്. അതുകൊണ്ട് നമ്മൾ ലൈനർ മാറ്റി കൊടുത്താലും എത്ര മാറ്റി കൊടുത്താലും നമ്മൾ ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മളെ ബ്രേക്ക് കേബിൾ നല്ല ടെമ്പർ ആയിരിക്കും, ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് എങ്ങനെ നമ്മള് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക, റീപ്ലേസ് ചെയ്യാന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇത് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കത്തെ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും ജാമായി പോവുക, വീല് സ്റ്റക്കായി പോകുക എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു കേബിൾ ഫുൾ ടൈറ്റാണ്, പെട്ടെന്ന് റിലീസ് ആണല്ലോ. നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, റിട്ടേൺ പോകുന്നില്ല നമ്മളെ ലിവർ. പിന്നെ ഒരു ലൈനറൊക്കെ പുതിയ ഇട്ടാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ബ്രേക്കില്ല എന്ന് പറഞ്ഞാണ് നമ്മളെടുത്ത് കൊണ്ടുപോകേണ്ടത്. ഇത് പെട്ടെന്ന് നമ്മൾ ഫ്രണ്ട് ബ്രേക്കാണ്, ഇത് പിടിക്കുമ്പോഴേക്ക് റിട്ടേൺ പെട്ടെന്ന് പോകുന്നുണ്ട് കണ്ടില്ലേ. കൊടാപ്പ് കേബിളിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇത് പിടിക്കുമ്പോൾ അവിടെ സ്റ്റക്കായി പോവാം അല്ലേ. അങ്ങോട്ട് പെട്ടെന്ന് അതുപോലെ അങ്ങോട്ട് റിട്ടേൺ വരുന്നില്ല. അതൊരു കേബിൾ ടൈറ്റ് ആയതുകൊണ്ടാണ്. അന്ന് കേബിൾ എങ്ങനെ റീപ്ലേസ് ചെയ്യില്ല എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഈ വൈസർ ഒന്ന് അയച്ചെടുക്കാം. കാണില്ല അവിടെ. ഇത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആണ്, രണ്ട് കേബിൾ വരും. നമ്മളെ ഈ കോമ്പി ബ്രേക്ക്, റിയർ ബ്രേക്ക് പിടിച്ചാൽ രണ്ട് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും പിടിക്കുന്നത്. നമ്മൾ ബാക്ക് റിയർ ബ്രേക്കിൻ്റെ മാത്രമാണ് നമ്മൾ കേബിൾ മാറ്റി കൊടുക്കുന്നത്. അതിന് നമുക്ക് ഈ ഒരു ഇതിൻ്റെ 3 സ്ക്രൂ കൊണ്ടുപോകണം. നമ്മൾ കോമ്പി ബ്രേക്കിൻ്റെ ആ ബോക്സിൻ്റെ അതിൻ്റെ മുകളിലെല്ലാം 3 സ്ക്രൂ വരും. നമ്മൾ സിമ്പിളായിട്ട് അത് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഹാൻഡ് ബ്രേക്കിൻ്റെ സ്പ്രിങ്ങും സെറ്റൊക്കെ വരും, അതൊന്ന് വീണ് പോകാണ്ട് നോക്കണം. അതിൻ്റെ ഉള്ളിൽ വീണ് അതിനെ കിട്ടില്ല, പിന്നെ നമ്മൾ കമ്പനിയിലൊക്കെ പോയി വാങ്ങേണ്ടി വരും. നമ്മൾ ആ ഒരു മുകളിലത്തെ കേബിളാണ് റിയർ ബ്രേക്കിൽ വരുന്നത്, അതും കൂടെ ഊരിയെടുക്കണം. അതിന് നമുക്ക് ഈ ലിവറിൻ്റെ ഈ കോമ്പി ബ്രേക്കിൽ പെടുത്താൻ വരുന്നത് അതൊന്ന് അയച്ചെടുക്കണം. അതിന് പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് റിയർ കേബിൾ ഒരു ഞട്ട് ലൂസാക്കി എടുത്തിട്ട് കേബിൾ കഴിയുമ്പോൾ ഒഴിവാക്കണം. അങ്ങോട്ട് ഫുള്ള് നമുക്ക് ഈ ബ്രേക്ക് സ്പാൻഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു ഞട്ട് ഊരിയ ബ്രേക്ക് കേബിളും കൊണ്ട് നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ ലൂസാക്കിയതിന് ശേഷം കണ്ടില്ലേ ആ ഒരു കേബിളാണ്, ആ കേബിളും കൂടെ വലിച്ചെടുക്കണം. അതിപ്പോൾ പുറത്തേ കൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്, കുറേ കാലം ഇതൊന്ന് മാറ്റിയിട്ട് അതിപ്പോൾ അത് ലൂസാക്കി എടുത്തിട്ട് കണ്ടില്ല കുറച്ച് ഓയിലിട്ടാൽ പെട്ടെന്ന് പോരും. അവിടെ ആ റബ്ബർ ബീഡിങ് അവിടെ തട്ടിക്കെടുക്കണം. ഓയിലിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു ലിവറിൻ്റെ ബോൾട്ട് അയച്ചെടുത്തിട്ട് വേണം നമ്മൾ കേബിളും കൂടെ വലിച്ച്. നമ്മൾ കേബിളിൽ ഊരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പുതിയ കേബിൾ കെട്ടി വലിക്കുകയാണ്. അതാകുമ്പോൾ സിമ്പിളായി കഴിയും, പെട്ടെന്ന് കഴിയും. അതിനെ കൊണ്ടാണ്. പിന്നെ നമ്മളെ ചാനൽ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലത്തെ വീഡിയോസിനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു കേബിൾ കണ്ടില്ലേ, അങ്ങോട്ട് ആ ലിവറിൽ നിന്ന് ഊരിയെടുത്താൽ കേബിളും കൂടെ വലിച്ചാൽ കുറച്ച് ടെമ്പറാണ്, കേബിൾ ടൈറ്റായി കൊണ്ടാണ്. അതിന് ശേഷം നമുക്ക് ആ ലിവറിൽ നിന്ന് ആ ഒരു നോമ്പ് അയച്ച് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ പഴയ കേബിൾ താഴെ നമ്മളെ ബ്രേക്കിൻ്റെ അവിടെ അയച്ചു കൊടുത്ത് കണ്ടില്ലേ, ഈ കേബിൾ താഴത്തെ നമ്മളതാണ്ടല്ലോ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതിയ കേബിൾ കയറ്റി കൊടുക്കാനാണ്. ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് പരിപാടി കഴിയും. കണ്ടില്ലേ, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ കേബിൾ അതിൽ ഫിറ്റ് ചെയ്ത് ഇതിന് 200 സംതിങ് ആണ് വില വരുന്നത്, 254 രൂപ വരുന്നല്ലോ. സൂപ്പർ 8ൻ്റെ കേബിളാണ്, നല്ല കേബിളാണ്. നമ്മൾ ആ ഒരു നോവ് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അടിയിലേ വരുന്ന ഭാഗമാണ്, നമ്മൾ മുകളിൽ വരുന്ന ഭാഗം നമ്മൾ അതിൽ വെച്ചിട്ട് ലെവൽ വെച്ച് കെട്ടി ഇതാക്കണം. ഇൻസുലേഷൻ ഇട്ട് ചുറ്റണം. കണ്ടില്ല, ഇങ്ങനെ ലെവലിൽ വെച്ചിട്ട് നമ്മളെ ഈ ഒരു മുകളിലേക്ക് വരുന്ന ഭാഗം ലിവർമ കൊടുക്കാനുള്ളൊരു ഭാഗം നമ്മൾ മുകളിലോട്ട് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് ആ ഒരു ഇൻസുലേഷൻ ചുറ്റിയ ശേഷം മുകളിൽ നിന്ന് നമ്മൾ ആ ലിവറിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കേബിൾ അതിലൂടെ
എടുക്കാണ്ടില്ലേ. ഇവിടെ അങ്ങനെ തള്ളി കണ്ടോ അങ്ങനെ കൂടെ വലിച്ചാൽ നമുക്ക് അതിൽ കണ്ടോ കേബിളൊക്കെ പൊട്ടിയിട്ട് നാശമായിരിക്കുന്നത്, തുരുമ്പ് കയറിയിട്ട് കൊണ്ട് കണ്ടോ അവിടെയൊക്കെ പൊട്ടിയിട്ട് അതിനെ കൊണ്ടാണ് ഈ കേബിൾ കണ്ടത് ജാമായി പോകുന്നത്. അങ്ങനത്തെ പ്രശ്നമാകുമ്പോൾ ലൈനർ മാറ്റാൻ കാര്യമില്ല, പെട്ടെന്ന് ലൈനർ മാറ്റേണ്ടി വരും. അതിൻ്റെ അതിൽ കേബിൾ മാറ്റിയാൽ ഫ്രീ ആയി കിട്ടും, ബ്രേക്കും പെട്ടെന്ന് കിട്ടും. ഇത് ലിവർ ഉണ്ടാവും, പക്ഷേ ബ്രേക്ക് നമ്മൾ പിടുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഉമ്മിലയിൽ ലിവറിൻ്റെ അതിൻ്റെ ഒരു ഇതിൽ ഇറക്കിയിടുക, ഇറക്കിയിട്ട് ഫിറ്റ് ചെയ്തിട്ട് കണ്ടില്ല അതിൽ നല്ലോണം ഇറക്കി വെച്ചതിന് ശേഷം അതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം അവർ നമ്മളെ കോമ്പി ബ്രേക്കിൻ്റെ ബോക്സിൻ്റെ അവിടെ ഒരു കേബിൾ ഫിറ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ ഇറക്കി വെക്കാറില്ലേ. അതിന് ശേഷം നമുക്ക് ഒരു കോമ്പി ബ്രേക്കിൻ്റെ ആ ഒരു സ്പ്രിങ്ങും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ. ഏറ്റവും സ്പ്രിങ്ങും ഇതും ഉണ്ടാവും. അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ അത് കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുന്നിലായിട്ട് അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അനോവ് കണ്ടില്ല, അനോവ് അതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ടിട്ട് കണ്ടില്ലേ ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ കോമ്പി ബ്രേക്കിൻ്റെ ഒരു സ്പ്രിങ് നീളം വരുന്ന ആ ഉള്ളോട്ടായിരിക്കും വരിക. ഉള്ളോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് തള്ളിയിട്ട് ഒരു ചെറിയ കണക്ട് ഉപയോഗിച്ചിട്ട് ഉള്ളോട് അങ്ങോട്ട് കൊടുക്കുന്നത്, അതാണ് ഹാൻഡ് ബ്രേക്ക് വരിക. ഹാൻഡ് ബ്രേക്കിൻ്റെ സ്പ്രിങ് കുടിക്കില്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോഴേക്ക് ഹാൻഡ് ബ്രേക്കായി പോകൊണ്ട് ആ കൂരുമ്പോൾ ശ്രദ്ധിക്കണം. വീണ് പോയാൽ പിന്നെ അതിൻ്റെ വേറെ വാങ്ങി ഫിറ്റ് ചെയ്യണം, അല്ലാണ്ട് ഫിറ്റ് ചെയ്താൽ ഹാൻഡ് ബ്രേക്കിൽ എന്നേക്കും വണ്ടി നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോൾ കണ്ടില്ലേ ഉള്ളോട് നല്ലോണം ഇറങ്ങി നിൽക്കണം, എന്നാലോ ഒരു ഇത് കണ്ടോ ക്ലിയറായി കിട്ടും. അതിന് ശേഷം നമുക്ക് ഒരു കപ്പിൻ്റെ ഒരു സ്ലീവ് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു സൈഡത്തെ ഒരു ചെറിയൊരു സ്ലീവ് ഉണ്ടാവും, അടുത്ത് ഫിറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ. അതിനുശേഷം ഒരു ബാച്ചറിൻ്റെ ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു 3 ബോൾട്ട് അയച്ചെടുത്താൽ ഒരു ബോൾട്ട് വെച്ചാൽ മുകളിൽ വരുന്ന ആ സ്ലീവ് കണ്ടില്ല അതിൻ്റെ അടുത്താണ് വരിക. ബാക്കി 2 സെയിം ബോൾട്ടാണ്, അത് നമ്മളതിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്യണം. അതിന് ശേഷം കണ്ടില്ല 2 സ്റ്റാർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലിവറിൻ്റെ അടുത്തൊരു ബോൾട്ട് നട്ടിടാണ്ട് അത് ടൈറ്റാക്കി ഇടുന്ന ശേഷം എന്താണ് അത് ഫുള്ളായി ടൈറ്റാക്കി കൊടുക്കുക. അത് സ്റ്റക്കായി പോയിക്കുന്നത് നോക്കണം. അത് സ്പ്രിങ് ആക്ഷനിൽ വർക്ക് ചെയ്യില്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നതിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ജാമായി പോകാൻ സാധ്യത ഉണ്ടാകും, ശ്രദ്ധിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലിവറിൻ്റെ ബോൾട്ടൊക്കെ അയച്ച് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ കേബിൾ പുതിയ കേബിളിൻ്റെ നമ്മൾ ബാക്കിൽ ക്യാമിൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഹോൾസ് കൂടെ അയച്ചെടുത്ത് കൊടുത്തിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നട്ട് ടൈറ്റായി കൊടുക്കുക. കണ്ടോ ബ്രേക്ക് സ്പ്രിങ് നമ്മൾ ഒരു സ്പ്രിങ് കയറ്റി കൊടുക്കുന്നുണ്ട്, ഒന്നും ടെമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൊണ്ട് പെട്ടെന്ന് നല്ല ബ്രേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈനറൊക്കെ നമ്മളിത് മാറ്റുമ്പോൾ നല്ല പുതിയ ലൈനറാണോ നോക്കേണ്ടത്. നമ്മൾ പുതിയ ലൈനറാണ് അവർ പറഞ്ഞത്, പുതിയ ലൈനർ മാറ്റിയിട്ട് ബ്രേക്ക് ടൈറ്റാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക് ടൈറ്റ് ആക്കുമ്പോൾ ടയർ തിരിച്ച് വെക്കുക, ഫ്രീ അല്ലേ നോക്കട്ടോ, അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മൾ വേണ്ടിയ ആ ഒരു പാകത്തിലുള്ള ബ്രേക്ക് കൈമ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ബ്രേക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇനി ലിവറൊന്ന് എന്നിട്ട് അതിൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ ഇപ്പം നല്ല ആക്ഷൻ കണ്ടല്ലോ, പെട്ടെന്ന് പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒഴിവാണ്ട്, നേരത്തെ സ്റ്റക്കായി കളിക്കാൻ പെട്ടെന്നായിട്ട് റിലീസാനല്ല. കണ്ടോ ഇപ്പോൾ ഫ്രീ ആയി. ഇനി നമുക്ക് വൈസർ ഫിറ്റ് ചെയ്യാൻ കൂടെ ഉള്ളൂ. ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹാൻഡ് ബ്രേക്ക് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടില്ലേ, ഓക്കെ ഹാൻഡ് ബ്രേക്കൊക്കെ റെഡിയാണ്, സ്റ്റക്കാണ്ട്. അതിനുശേഷം വൈസർ ഫിറ്റ് ചെയ്യാം. ഓക്കെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അടുത്തൊരു വല്ല വൈസറൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ ബൈ.